മാനന്തവാടിയിൽ ഒരു MLA അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 9,36,75,000 രൂപ ഈ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ അതിനുവേണ്ടി മാത്രമായി അനുവദിച്ചു. 1 രൂപ ഈ കാലയളവ് മുഴുവൻ രാഹുൽ ഗാന്ധിയോ പിന്നീട് വന്ന പ്രിയങ്ക ഗാന്ധിയോ ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി കൊടുത്തോ? കൊടുക്കും എന്ന് പറയാൻ തന്നെ ആവശ്യമുള്ളപ്പോഴല്ലേ കൊടുക്കേണ്ടത്? കൊടുത്തില്ല. മുണ്ടക്കൈക്കും കൊടുത്തിട്ടില്ല. മൾട്ടിപർപ്പസ് ബ്ലോക്ക് ഫണ്ട് കൊടുത്തിട്ടില്ല പറഞ്ഞു നേരത്തെ. അദ്ദേഹത്തോളം ആളുകൾക്ക് ആൻജിയോഗ്രാം ചെയ്തു. 170 ആളുകൾക്ക് ഒരു നയാ പൈസയുടെ ചെലവില്ലാതെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. മാനന്തവാടിയിലുള്ള നേട്ടമാണിത്. അതിന് തുരങ്കം വെക്കാൻ വേറെ ഏതോ ചില കോണിൽ നിന്ന് ചില നീക്കങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ, മാനന്തവാടിക്കാർക്ക് ആ കാര്യത്തിൽ ആശങ്കയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു OP ഉണ്ട്. ഇത് ഇവിടുന്ന് മാറണോ വേണ്ടിയോ എന്ന് പറഞ്ഞിട്ട് ആ OP അവിടുത്തെ ചില ഭൂമാഫിയയിലാണ്. ആ ഭൂമാഫിയയിൽ വ്യക്തമായി ചില പ്രമാണിമാർക്ക് പങ്കുണ്ട്. ഞാനിപ്പോൾ മറ്റു പേര് പറയുന്നില്ല. അങ്ങനെ ഒരു ആശങ്ക. രാഷ്ട്രീയ ബന്ധം എന്താണ് ആരോപിക്കുന്നത്? ആരോപിക്കുന്ന രാഷ്ട്രീയ ബന്ധം എന്താണത്? അങ്ങനെ ഒരു രാഷ്ട്രീയ ബന്ധം, വലതുപക്ഷ രാഷ്ട്രീയ ബന്ധം, രാഷ്ട്രീയ ബന്ധം. ആ വലതുപക്ഷ രാഷ്ട്രീയ ബന്ധത്തിന്റെ ആളുകൾക്ക് ആ പഴയ മെഡിക്കൽ കോളേജ് വരുമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കുറെ ഭൂമിയുണ്ട്. ആ ഭൂമാഫിയകളുടെ താല്പര്യമാണ്. അതിന് ഞങ്ങൾക്ക് ആശങ്ക.